സ്ട്രേഞ്ചർ തിങ്സ് സത്യം പറയാലോ ഞാനിത് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ നവംബർ ലാസ്റ്റ് തൊട്ടാണ് ഫസ്റ്റ് സീസൺ മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇത്രയും ഫേമസ് ആയ എന്നെ നീ കണ്ടിട്ടില്ലായിരുന്നോടാ തെണ്ടി എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഐ നോ, ഐ എം സോറി. പക്ഷെ ഒരുമിച്ച് കാണാനായിട്ട് ഒരു പ്രത്യേക ബ്യൂട്ടി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ വെയിറ്റ് ചെയ്ത് വർഷങ്ങളായിട്ട് കണ്ടു തീർത്തവരോട് ഒരു സ്പെഷ്യൽ റെസ്പെക്ട്. ആദ്യം വിചാരിച്ചത് ഫുൾ സീരീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ജനുവരി 1 ഒറ്റ വീഡിയോ ആയിട്ട് ഇടാമെന്നാണ്. പക്ഷെ അപ്പോൾ അതിന്റെ ലെങ്ത് വളരെ കൂടുമെന്ന് തോന്നി. പക്ഷെ ഇതുവരെ കണ്ടതിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുമുണ്ട്. സോ ആദ്യത്തെ സീസൺ മുതൽ ഇതുവരെ, അതായത് സീസൺ 5 4ാമത്തെ എപ്പിസോഡ് വരെ കണ്ടതിൽ നിന്നും എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ചെറിയൊരു അനാലിസിസ് വീഡിയോ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പോയിലേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഓർക്കുക. സോ സീരീസ് കണ്ടവർ മാത്രം ഈ വീഡിയോ കാണുക. കാണാത്തവരോടാകും തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്യരുത്. ചിലർ ഈ വിചിത്ര ജീവിയൊക്കെ അല്ലേ ഇതിൽ എനിക്കിത് വർക്കാകില്ല എന്ന് കരുതി മാറ്റി വെച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ കരുതണ്ട. കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾ പതിയെ അഡിക്റ്റ് ആയി മാറും. ഗംഭീര സീരീസ് ആണ്. നിങ്ങളുടെ ടൈം ഒന്നും ഒരിക്കലും വേസ്റ്റ് ആവില്ല. ഒരു ദിവസം ഒരു എപ്പിസോഡൊക്കെ ആയിട്ട് കണ്ടു തുടങ്ങിയാലും മതി. ആകെ 38 എപ്പിസോഡുകളാണുള്ളതെന്നാണ് തോന്നുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് സീരീസ് ഉള്ളത്. ഇംഗ്ലീഷാണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. തമിഴ് ഡബിങ്ങും ഉണ്ട്. 18+ ആണെന്ന് പറയാം. ഞാൻ ശരിക്കും കോവിഡ് ടൈമിലും അതിനു മുമ്പൊക്കെ ആയിട്ട് കണ്ടു തുടങ്ങിയ സീരീസസ് എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ബാഡ്, മൈൻഡ് ഹണ്ടർ, ഡാർക്ക് ഒക്കെയാണ്. അതിൽ തന്നെ ഡാർക്ക് എന്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ആണ്. ഈ സീരീസിന്റെ ഫസ്റ്റ് സീസൺ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് ഡാർക്കിന്റെ ഒരുപാട് സിമിലാരിറ്റീസ് ഫീൽ ചെയ്തായിരുന്നു. ഒരു ടൗൺ, ഒരു കുട്ടി മിസ്സാകുന്നു, ആ ടൗണിൽ ഒരു നിഗൂഢമായിട്ടുള്ള ഒരു ലാബ്, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ. പക്ഷെ അത് ആക്ച്വലി ഇതിൽ നിന്നും ചെറിയൊരു എലമെന്റ് ഡാർക്കിൽ ഇൻസ്പയർഡ് ആയതല്ലേ എന്ന് പിന്നെ തോന്നി. ഇതാണല്ലോ ആദ്യം വന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള IT വെൽക്കം ടു ഡെറി, ഈ ഫസ്റ്റ് സീസണിന്റെ സ്വാധീനം അതിലും ചെറുതായിട്ട് തന്നെ കാണുന്നുണ്ട്. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ജസ്റ്റ് സാങ്കല്പിക കഥ അല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ന്യൂയോർക്കിൽ 1980കളിൽ നടന്ന മോണ്ടെക് പ്രോജക്ട് എന്ന ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കഥയാണ് ഇതിന്റേത്. അതിൽ ഇവർ കുറച്ചുകൂടി ഫിക്ഷൻ ചേർത്തു എന്ന് മാത്രം. അപ്പൊ ആ ഒരു എക്സ്പെരിമെന്റിൽ ന്യൂയോർക്കിലെ ക്യാമ്പ് ഹീറോ എന്ന് പറയുന്ന ഒരു എയർഫോഴ്സ് റഡാർ ബേസിൽ ഇതുപോലെ കുട്ടികളെ വെച്ച് അവർ ടൈം ട്രാവൽ, ടെലിപ്പോർട്ടേഷൻ, മൈൻഡ് കൺട്രോൾ, സൈക്കിക് എബിലിറ്റീസ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ, ഇങ്ങനെ പല പരീക്ഷണങ്ങളും ഇല്ലീഗലായിട്ട് നടത്തിയെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ ഈ സീരീസും ആ സംഭവങ്ങളിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് ഒരുക്കിയതാണ് എന്നുള്ളതാണ് സത്യം. മേ ബി ഡാർക്ക് 2. ഈ സീരീസ് എനിക്ക് പ്രിയപ്പെട്ടതാകുവാനുള്ള ഒരു പ്രധാന കാരണം ഇതിന്റെ ഹൊറർ സൈഫൈ എലമെന്റ് മാത്രമല്ല, ഇതിന്റെ ഒരു മിസ്റ്ററി സ്വഭാവം കൂടിയാണ്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ള ആ ഒരു നിഗൂഢതയെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഇതിലെ ക്യാരക്ടേഴ്സിന്റെ ആ ഒരു അന്വേഷണം ഉണ്ടല്ലോ, അത് പേഴ്സണലി എനിക്ക് അതാണ് ഇതിലെ ഏറ്റവും വലിയ ആകർഷണ ഘടകമായിട്ട് തോന്നിയത്. അതും കുട്ടികൾ, ഇങ്ങനെ കുട്ടി ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഒക്കെ ആയിട്ട് മാറുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കൗതുകം തോന്നും. അപ്പൊ ഈ സീരീസിന് മൊത്തത്തിൽ ഒരു നൊസ്റ്റാൾജിക് സ്വഭാവമുണ്ട്. അതായത് ഒരു 80കളിലെ ഹോളിവുഡ് സിനിമകൾ കണ്ട ഒരു ഫീൽ ഉണ്ട്. ഹോളിവുഡിൽ മാത്രമല്ല, ഇന്ത്യൻ പടങ്ങളും 80s ഒരു ഓർമ്മ നമുക്ക് വരുന്നുണ്ട്. ഇപ്പം മൈഡിയർ കുട്ടിച്ചാത്തനും മനുവങ്കളും ഒക്കെ ഈ ഒരു കുട്ടികൾ നിഗൂഢത അന്വേഷിച്ചു പോകുന്ന ഒരു തീമാണ്. സോ അത് മിക്കയിടത്തും എല്ലാ കാലത്തും വർക്കാകുന്ന ഒരു ഐറ്റം കൂടിയാണ്. അത് ഇവരിതിൽ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നല്ല രീതിയിൽ എഴുതിയ ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധം, അതുമൂലം ഉണ്ടാകുന്ന നല്ല ഇമോഷണൽ കണക്ഷൻ, ഇതെല്ലാം ഇതിന്റെ ആകർഷണീയ ഘടകങ്ങളാണ്. ഓരോ സീസണിൽ എത്തുമ്പോഴും ഇതെല്ലാം ഇവർ വീണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്, സെയിം ടെക്നിക്സ്. പക്ഷെ നമുക്കൊരു ആവർത്തന വിരസതയൊന്നും തോന്നില്ല. ആ രീതിയിൽ ഇവർക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റി എന്നുള്ളത് സ്ക്രിപ്റ്റിന്റെ മികവാണ്. ഓരോ എപ്പിസോഡും തീരുമ്പോൾ അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടി നമുക്ക് തോന്നലുണ്ടാക്കുന്ന രീതിയിലുള്ള കിടിലൻ ക്ലിഫ് ഹാങ്ങേഴ്സ് വെക്കുന്നതും ഈ സീരീസിന്റെ പോസിറ്റീവ് ആണ്. ഓരോ സീസൺ കഴിയും തോറും വർദ്ധിക്കുന്ന ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി, മേ ബി ഇതിന്റെ സക്സസ് ഇത്രയും വലുതായപ്പോൾ കൂടുതൽ ബഡ്ജറ്റ് ഇവർക്ക് കിട്ടിയതാവാം, എനിക്കറിയത്തില്ല. എന്തായാലും ആ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ആകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി 4th and 5th സീസൺ നോക്കുകയാണെങ്കിൽ അറിയാം. പിന്നെ അഭിനയിച്ച എല്ലാവരുടെയും കിടിലൻ പെർഫോമൻസുകൾ, മികച്ച VFX, സൗണ്ട് ഡിസൈൻ, ഇതിന്റെ ഗംഭീരമായിട്ടുള്ള തീം മ്യൂസിക്, ഇതൊക്കെ സീരീസിന്റെ പോസിറ്റീവ്സ് ആണ്. ഹോക്കിൻസ് എന്നൊരു സാങ്കല്പിക ടൗണിൽ 80കളിൽ ഒരു കൂട്ടം കുട്ടികളും കുറച്ച് മുതിർന്നവരും ചേർന്ന് ചില സൂപ്പർ നാച്ചുറൽ ശക്തികളെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ഈ സീരീസിന്റെ പൊതുവായിട്ടുള്ള ഒരു കഥ. ഈ ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സിനെ സയന്റിഫിക് ആയ രീതിയിൽ പ്രൂവ് ചെയ്യുന്നത് ഇതിൽ കൺവിൻസിംഗ് ആയി എന്നുള്ളത് വലിയൊരു പോസിറ്റീവ് ആണ്. ഫസ്റ്റ് സീസണിൽ 5ാമത്തെ എപ്പിസോഡിൽ ഇവരുടെ സയൻസ് ആർ ഉണ്ടല്ലോ, എന്താ ക്ലർക്കോ, പുള്ളി കുട്ടികൾക്ക് ഈ മിസ്റ്ററീസിന് മൊത്തത്തിലുള്ള കൃത്യമായ സയന്റിഫിക് എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട്. ആ ഒരു ഹോൾ അല്ലെങ്കിൽ പോർട്ടലിനെ കുറിച്ചൊക്കെ. ഫ്ലീ ആൻഡ് അക്രോബാറ്റ്, അങ്ങനെയാണ് ആ എപ്പിസോഡിന്റെ പേരെന്ന് തോന്നുന്നു. പിന്നെ ഇതിലെ കുട്ടികളെല്ലാവരും മൈക്ക്, 11, വിൽ, ലൂക്കാസ്, ഡസ്റ്റിൻ, പിന്നെ അല്പം മുതിർന്ന നാൻസി, സ്റ്റീവ്, ജോനതൻ, പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് ജോനതന്റെയും ബില്ലിന്റെയും അമ്മ ജോയ്സ്, പോലീസ് ചീഫ് ജിം ഹോപ്പർ, ഈ ക്യാരക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇവരെല്ലാവരും കിടലാണ്. സോ ഫസ്റ്റ് സീസൺ is a masterpiece. അവിടെ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയാം. അത് ഭയങ്കര ഗംഭീരമായിട്ട് തന്നെയാണ് ഈ കഥയുടെ തുടക്കം ഇവര് ഫസ്റ്റ് സീസണിൽ കാണിച്ചിട്ടുള്ളത്. സെക്കൻഡ് സീസൺ വരുമ്പോൾ തൊട്ടടുത്ത വർഷം 84-ലാണ് കഥ നടക്കുന്നത്. ഫസ്റ്റ് സീസണിൽ ഡെമോഗോർഗൻ ആയിരുന്നെങ്കിൽ സെക്കൻഡ് സീസൺ വരുമ്പോൾ മൈൻഡ് ഫ്ലെയറിന്റെ ഒരു മൈൻഡ് ഗെയിം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആദ്യം പറഞ്ഞ ക്യാരക്ടേഴ്സിനെ കൂടാതെ മാക്സ്, അവളുടെ ചേട്ടനായ ബില്ലി എന്നിവരും കൂടി വരുന്നുണ്ട്. എനിക്ക് ആകെ ഈ സീസണിൽ ഭയങ്കര ലാഗായിട്ട് ഫീൽ ചെയ്തത് മറ്റേ കാളി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ തപ്പിപ്പോകുന്ന ഒരു ഭാഗത്തൊക്കെയാണ്. മൊത്തത്തിൽ ഫസ്റ്റിന്റെ അത്രയും ഗംഭീരം എന്ന് ഞാൻ പറയില്ല.
2 പോയിന്റ്സ് ഒക്കെ ഞാൻ കുറച്ചേ കൊടുക്കുകയുള്ളൂ. എങ്കിലും സെക്കൻഡ് സീസണും മികച്ചത് തന്നെയാണ്. ഇനി തേർഡ് സീസൺ ഓൾമോസ്റ്റ് ഫസ്റ്റ് സീസണിനെ പോലെ തന്നെ ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതില് ബില്ലി, മാക്സ് ഈ 2 ക്യാരക്ടേഴ്സും കൂടുതൽ സ്ട്രോങ് ആവുന്ന നമുക്ക് കാണാൻ പറ്റും. ഒപ്പം വില്ലൻ ക്യാരക്ടർ ആയിട്ടുള്ള മൈൻഡ് പ്ലെയറും. ഇതിലെ ഒരു മിസ്സിംഗ് കേസും മിസ്റ്ററി തേടി നാൻസി പോകുന്നതും ഒക്കെ ഭയങ്കര ത്രില്ലിംഗ് ആണ്. പ്രത്യേകിച്ച് ഇതിന്റെ രാത്രികാല വിഷ്വലുകൾ ഭയങ്കര രസമായിരുന്നു. തേർഡ് സീസണിന്റെ അവസാനം പേഴ്സണലി എനിക്ക് കുറച്ച് ഒരു ഹൃദയം തകർന്ന ഫീൽ ആയിരുന്നു, ഒരു മെയിൻ ക്യാരക്ടറിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് ഫോർത്ത് സീസൺ കണ്ടു തുടങ്ങാനായിട്ട് തന്നെ വലിയൊരു താല്പര്യം തോന്നിയില്ല. പോരാത്തതിന് എനിക്ക് കുറച്ച് ലാഗ് തോന്നി ഫോർത്ത് സീസണിന്റെ സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഒരു സംഭവത്തോടു കൂടി വീണ്ടും നമ്മൾ ചാർജ് ആയി എന്ന് പറയാം. തകർന്ന ഹൃദയമൊക്കെ നേരെയായി എന്ന് പറയുന്ന പോലെ. പിന്നെ ഒരു ക്ലോക്കിന്റെ ഐറ്റം ആകാശത്തിലേക്ക് പൊക്കിക്കൊണ്ടുള്ള സംഭവം, LODL പരിപാടി, ഇതൊക്കെ ഒരു യുണീക്ക് പോസിറ്റീവ് ഘടകങ്ങളാണ് ഫോർത്ത് സീസണിന്റെ. മൊത്തത്തിൽ ഫോർത്ത് സീസണും നല്ലത് തന്നെയായിട്ടാണ് ഫീൽ ചെയ്തത്. സീസൺ 5ഉം പതിവ് ശൈലിയിൽ തന്നെയാണ് ആരംഭിച്ചത്. ഒരു പ്രോബ്ലം, മിക്കവാറും ഒരു മിസ്സിംഗ് കേസ്, അത് സോൾവ് ചെയ്യാനായിട്ട് എല്ലാ ക്യാരക്ടേഴ്സും കൂടി ഒരു പല ഗ്രൂപ്പുകളായിട്ട് പോകുന്ന ഒരു പരിപാടി. ഇവിടെയും അത് വർക്കായിട്ടുണ്ട് എന്നുള്ളതാണ് പോസിറ്റീവ്. പോരാത്തതിന് സെക്കൻഡ് സീസണിൽ നമുക്ക് തോന്നിയ ചില പോരായ്മകളെ ഇവിടെ കൊണ്ടുവന്ന് ആ ഒരു പോരായ്മകൾ മാറ്റി അതിനെ കണക്ട് ചെയ്തതും രസമുണ്ടായിരുന്നു. അന്നത് എന്തിനായിരുന്നു എന്ന് തോന്നിയവർക്ക് പോലും ഇത് കാണുമ്പോൾ കൊള്ളാമല്ലോ എന്നൊരു ഫീൽ വരും. 1-2 ക്യാരക്ടേഴ്സ് പുതുതായിട്ട് ഇതിലും വരുന്നുണ്ട്. പ്രത്യേകിച്ചുള്ള ഒരു പയ്യനുണ്ട്, ഡെറിക്, പുള്ളി കിടുവായിരുന്നു. സോ ഇനി ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ സീസൺ കൂടുന്നതിനനുസരിച്ച് ക്യാരക്ടേഴ്സിനുണ്ടാവുന്ന ഡെവലപ്മെന്റ് എടുത്തു തന്നെ പറയേണ്ടതാണ്. ഇതിൽ തന്നെ അതായത് സീസൺ 5 ഒരു കഥാപാത്രം അവസാനത്തെ 5 മിനിറ്റ് കൊണ്ട് മാത്രം ഫുൾ സീസൺ തൂക്കി എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കിടുവായിരുന്നു. എല്ലാ കഥാപാത്രങ്ങളോടും നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നും. അതുകൊണ്ട് തന്നെ ഇമോഷണൽ ഡെപ്തും വളരെ വലുതാണെന്ന് പറയാം. ഇപ്പോൾ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിം ഹോപ്പർ ഏറ്റവും കൂടുതൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നും പുള്ളിയോട്. പക്ഷെ എന്തിനാണോ ഓരോ തവണയും പുള്ളി അപകടത്തിൽപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കുന്നത് എന്ന് സംശയവും തോന്നിപ്പോകും. പുള്ളി മാത്രമല്ല, എല്ലാവരും അപകടത്തിൽപ്പെടും കേട്ടോ. പിന്നെ ജോയ്സ് മറ്റൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മുതിർന്നവരിലെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ മറ്റൊരു കഥാപാത്രമാണ്. പിന്നെ കഥയുടെ നെടുന്തൂൺ, ഹോക്കിൻസ് ടൗണിന്റെ സൂപ്പർ ഹീറോ എന്ന് പറയാം. ഫസ്റ്റ് സീസണിൽ എങ്ങനെ വന്ന വെങ്കൊച്ചാണ്. കൊച്ചു കൊച്ചു വാക്കുകളൊക്കെ പഠിച്ച് ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്ത് അതിപ്പോ വളർന്നു നിൽക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കണ്ടാൽ അത്ഭുതം തോന്നും. എനിക്ക് ചില പോർഷൻസിലൊക്കെ പുള്ളിക്കാർ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ജിം ഹോപ്പറുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ. സ്റ്റിൽ ഹോപ്പറും 11ഉം തമ്മിലുള്ള ബോണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പൊ ഈ ഫൈനൽ സീസണിൽ ഒരുമാതിരി സൂപ്പർമാനെ പോലെ പാൻസ് ഇട്ട് മോളിൽ ഷഡി ഇടുന്ന പോലെയുള്ള ഡ്രസ്സിംഗ് കുറച്ച് അലമ്പായിട്ട് എനിക്ക് തോന്നി. അടുത്തത് നാൻസിയാണ്. ഹോക്കിൻസിലെ ഏറ്റവും ധൈര്യശാലിയായുള്ള പെൺകുട്ടി എന്ന് ഞാൻ പറയും. അവിടെ തോക്ക് ശരിക്കും ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു പെൺകുട്ടിയാണ് അവള്. കഥയിലെ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറാണ് നാൻസി എന്നും പറയാം. എന്റെ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ മാക്സ് ഒരു കിടിലൻ ക്യാരക്ടറാണ്. സെക്കൻഡ് സീസണിൽ മാത്രം വന്ന് തുടങ്ങിയിട്ട് പയ്യെ പയ്യെ പ്രേക്ഷകരുടെ മുഴുവൻ മനം കവർന്ന ഒരു ക്യാരക്ടർ എന്ന് പറയാം. അടുത്തത് സ്റ്റീവ് ഇസ് എ ജം. സൂപ്പർ പവർ ഇല്ലാത്ത സൂപ്പർ ഹീറോ ആണ് സ്റ്റീവ് എന്ന് പറയാം. കുട്ടികളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. പിന്നെ ഡസ്റ്റിൻ, ഈ കഥയിലെ ബുദ്ധിസ്ഥിരാ കേന്ദ്രം എന്നൊക്കെ പറയാവുന്ന ഒരു കഥാപാത്രം. ഇത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ഈ സീരീസിലേ ഇല്ല എന്ന് പറയാം. അതുപോലെ തന്നെ ലൂക്കാസ്, അവന്റെ ഫ്രണ്ട്ഷിപ്പ് ആണ് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത്. പിന്നെ ഇതിൽ ഏറ്റവും നിഷ്കളങ്കനായ ജോനതൻ. പിന്നെ എറിക്ക ചെയ്യുന്നതെല്ലാം നമുക്ക് ചിരി തരും, പക്ഷെ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മൈക്ക്, ശരിക്കും ഇത് മൈക്കിന്റെയും എല്ലിന്റെയും പ്രണയകഥ എന്നൊക്കെ പറയാം. ചില സമയത്ത് ഇവരുടെ പ്രണയം കുറച്ച് ക്രിഞ്ചടിപ്പിക്കാറുണ്ടെങ്കിലും അത് കുറച്ചൊക്കെ ക്യൂട്ടും ആണെന്ന് പറയാം. അവൻ എല്ലിന്, അതായത് 11 കൊടുക്കുന്ന സപ്പോർട്ടും ഗംഭീരമാണ്. പിന്നെ റോബിൻ ഒരു ജസ്റ്റ് സപ്പോർട്ടിംഗ് റോൾ പോലെ വന്നു തുടങ്ങി അത്ഭുതപ്പെടുത്തുന്ന ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉണ്ടായ ഒരു കഥാപാത്രമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. അവളുടെ ചില ഡയലോഗ്സ്, വില്ലിന് കൊടുക്കുന്ന സപ്പോർട്ടൊക്കെ കിടുവാണ്. പിന്നെ വിൽ ഒരു ഗംഭീര ക്യാരക്ടറാണ് ഇതിലെ. അവന്റെ സൈലന്റ് ആയിട്ടുള്ള പെയിൻ ആണ് അവന് കരുത്താവുന്നതെന്ന് അവൻ തന്നെ അറിയുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഓരോ സീസൺ കഴിയും തോറും മെല്ലെ മെല്ലെ ആ ക്യാരക്ടർ സ്ട്രോങ് ആവും. നമ്മൾ വിചാരിക്കും വീക്കായി പോവുകയാണ്, പക്ഷെ അങ്ങനെയല്ല. ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടേഴ്സ് വളരെ വീക്കായിട്ടാണ് പുറമെ കാണപ്പെടുന്നത്. ഇപ്പൊ കരഞ്ഞുക്കളായിട്ട് തോന്നും, അമ്മക്കുട്ടിയായിട്ട് തോന്നും. സാധാരണക്കാർക്ക് അവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലാത്ത ഒരു ഔട്ട്കാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അബ്നോർമൽ ആയിരിക്കും. കാരണം അവർ അവരുടെ ഒരു മനഃശക്തി മനസ്സിലാക്കാതെ അവർക്ക് പുറത്തുള്ള സാധാരണക്കാരെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് പോവുകയാണ് പതിവ്. അതിന്റെ പേരിൽ വിൽ ഒരുപാട് വിഷമങ്ങളും സ്ട്രഗിൾസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൊണ്ട് താൻ അബ്നോർമൽ ആണെന്നൊരു ചിന്തയിൽ അവൻ തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കുമ്പിളയിൽ ഉൾവലിഞ്ഞ് ജീവിച്ചു പോവുകയാണ്. പക്ഷെ ആ ഭയം മാറ്റി വെച്ചിട്ട് സ്വയം തിരിച്ചറിഞ്ഞ് പുറത്തു വരുമ്പോൾ അങ്ങനെയുള്ള കേസിൽ ചിലര് സ്വതന്ത്രരാകും, നമ്മുടെ റോബിനെ പോലെ. എന്നാൽ ചിലരോ കഷ്ടതകളിൽ നിന്നും ഉരുക്കി വാർത്തെടുത്ത ഒരു സൂപ്പർ പവർ ഉള്ളവരായി മാറുകയാണ്. അതാണ് വിൽ പവർ. സോ വിൽ എന്നുള്ളത് ഒരു കിടിലൻ ക്യാരക്ടർ തന്നെയാണ്. പിന്നെ ഇതിലെ എല്ലാ കഥാപാത്രങ്ങളെയും പേടിപ്പിക്കുന്ന ഉള്ളിവട പോലിരിക്കുന്ന നമ്മുടെ യജ്ഞ ചുമ്മാ പറഞ്ഞാട്ടോ കിടു ക്യാരക്ടറാണ്, കിടിലൻ വില്ലനാണ്, സ്ട്രോങ് ആണ്. ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ സീരീസിലെ സംഭവങ്ങൾക്ക് ഒരു സാമ്യതയുണ്ട്. അതായത് ഇതിലൊരു 3-4 ക്യാരക്ടർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരു പ്രശ്നത്തിൽ ചെന്ന് പെട്ടിരിക്കും. അതുപോലെ
അതുപോലെ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് വേറൊരു പ്രശ്നത്തിൽ, അതുപോലെ തന്നെ വേറൊരു ഗ്രൂപ്പ്. ഇതിനെല്ലാം കൂടെ ഒറ്റ കാരണമായിരിക്കും ശരിക്കും. അതിന്റെ വിവിധ ശാഖകൾ പോലെ മറ്റ് പ്രശ്നങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുന്നു എന്ന് മാത്രം. എന്നിട്ട് ഇവരെല്ലാവരും കൂടി ഒരേ സമയം പല സ്ഥലങ്ങളിൽ നിന്ന് പല രീതിയിലുള്ള ഈ ഓരോ പ്രശ്നങ്ങൾ ഒരേപോലെ ഫൈറ്റ് ചെയ്ത് ലാസ്റ്റ് മൊത്തം കൂടി വിക്ടറി ആയി മാറുന്നു. എന്ന് വെച്ചാൽ ഫലത്തിൽ എല്ലാം കൂടി ഒറ്റ സൊല്യൂഷൻ ഉണ്ടായി മാറുന്നു. അത് ഭയങ്കര നൈസ് ഐഡിയ ആണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ സീസണിലും എന്തെങ്കിലുമൊക്കെ മാരകമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ച് മനഃപൂർവ്വം ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക, അതും ഇതിൽ പതിവാണ്. ഇപ്പം ഡസ്റ്റിനും സ്റ്റീവും തമ്മിൽ വണ്ടി ഓടിക്കുമ്പോൾ ഫൈറ്റ് ഉണ്ടാക്കുന്നതൊക്കെ പോലെ. ടെക്നിക്കൽ ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ ഇതിന്റെ ക്യാമറ, പ്രത്യേകിച്ച് ഇതിന്റെ ലൊക്കേഷൻ ഭയങ്കര ഭംഗിയാണ്. ഇതിന്റെ കട്ട്സും കിടലാണ്. ഇപ്പൊ ഒരേ പാറ്റേണിലുള്ള 2 ഷോട്ട്സ് മിക്സ് ചെയ്ത് കട്ട് ചെയ്യുക എന്നുള്ളത് അത് ഭയങ്കര രസമാണ് കേട്ടോ. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ക്യാരക്ടർ വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്, നെക്സ്റ്റ് കട്ടിൽ വേറൊരു സ്ഥലത്ത് വേറൊരു ക്യാരക്ടർ മറ്റൊരു വണ്ടി ഓടിച്ചു പോകുന്നതായിരിക്കും അടുത്തായിട്ട് കാണിക്കുക. അല്ലെങ്കിൽ ഒരു വാൻ മറിയുന്നു, അതിന്റെ ഹെഡ്ലൈറ്റിലേക്ക് ഇങ്ങനെ സൂം ചെയ്തിട്ട് അതേ സമയം തന്നെ പിന്നെ കാണിക്കുന്നത് ഒരു തുരങ്കത്തിനകമായിരിക്കും. സോ രണ്ടും സർക്കിളാണ്. ആ ഒരു ഡിസോൾവ് ഒക്കെ ഭയങ്കര രസമായിരിക്കും. അത് കൊള്ളാം. അതുപോലെ VFXും മികച്ചതാണ്. ആദ്യത്തെ 2 സീസൺ ഭയങ്കര സ്പീഡിൽ പോയിട്ട് 4th സീസൺ എനിക്ക് ഇടയ്ക്ക് കുറച്ച് വലിച്ചു നീട്ടിയതുപോലെയാണ് ഫീൽ ചെയ്തത്. കുറച്ച് ലെങ്തി ആയി പോയി. ബജറ്റ് കൂടിയപ്പോൾ ആദ്യ 3 സീസണുകളിലെ ആ ഒരു ബേസിക്, ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു എസെൻസ് അത് കുറച്ച് മിസ് ചെയ്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ തന്നെയും വെഗ്ന എന്നൊരു ക്യാരക്ടറിനെ കൊണ്ടുവന്ന് സംഭവങ്ങളെല്ലാം നല്ല രീതിയിൽ കൺവിൻസിംഗ് ആയിട്ട് കണക്ട് ചെയ്ത് അവതരിപ്പിച്ചു. സോ നമുക്ക് തോന്നുന്ന ഈ ഒരു പോരായ്മകളെയൊക്കെ വളരെ കൺവിൻസിംഗ് ആയിട്ട് മറയ്ക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ബ്രില്യന്റ്. പിന്നെ എപ്പിസോഡ്സിന് സീസൺസ് കൂടുന്നതിനനുസരിച്ച് ലെങ്ത് കൂടി വരുന്നുണ്ട് എങ്കിലും അതങ്ങനെ മുഷിപ്പിക്കാതെ അയ്യോ ഇത് തീർന്നു പോകരുതേ എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു വികാരത്തെ മാനിച്ചുകൊണ്ട് നീളം കൂട്ടിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇപ്പോൾ ഈ ഒരു ഫൈനൽ സീസണിലെ 4ാമത്തെ എപ്പിസോഡ് ഭയങ്കര കിടുവായിട്ടാണ് കൊണ്ട് നിർത്തിവെച്ചിരിക്കുന്നത്. ഇതിലൊരു ക്യാരക്ടറിന്റെ ചേഞ്ച് അത് വരുന്ന എപ്പിസോഡുകൾ നന്നായിട്ട് ഇമ്പാക്ട് നൽകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഫിനാലെ നമ്മുടെ പ്രതീക്ഷകളെ തകർക്കില്ല എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ കൂടിയുണ്ട്, ഒരു വിശ്വാസമുണ്ട്. എങ്ങനെയാവുന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ഇനി വരുന്ന ഡിസംബർ 25-നാണ് അടുത്ത 3 എപ്പിസോഡുകൾ. ആൻഡ് ഫിനാലെ വരുന്നത് ഡിസംബർ 31-ന് ന്യൂ ഇയർ ഈവിലായിരിക്കും. സോ ഇതൊക്കെയാണ് എനിക്ക് സ്ട്രേഞ്ചർ തിങ്സ് സീരീസ് ഇത്രയും കണ്ട് തീർത്തതിൽ നിന്നും തോന്നിയ കാര്യങ്ങൾ. ബാക്കി ഞാൻ അടുത്ത എപ്പിസോഡുകൾ വരുന്നതിനനുസരിച്ച് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. മൊത്തത്തിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സീരീസുകളിൽ ഒന്ന് തന്നെ മാറിയിരിക്കുകയാണ് സ്ട്രേഞ്ചർ തിങ്സ്. ഇതുവരെ ഈ എൻഡിങ് കൂടി എങ്ങനെയായിരിക്കും എന്നറിഞ്ഞിട്ട് ഒരു കംപ്ലീറ്റ് ഫീൽ എന്താണെന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ സ്ട്രേഞ്ചർ തിങ്സിന്റെ ഇതുവരെയുള്ള എപ്പിസോഡുകളെ കുറിച്ച്, സീസണുകളെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ ശരി.